ഒരിടത്ത് ഇരുണ്ട കാലഘട്ടത്തിൽ ജനിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരിക്കൽ അവൻ സ്കൂളിൽ കായിക ലഹരിയിൽ ഏർപ്പെട്ടു. പാടെ അവശനായി. എല്ലാ കുട്ടികളും പൊതു ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ അവനും അവരുടെ കൂടെ വെള്ളം കുടിച്ചു. പൊതു ടാപ്പിൽ നിന്നും വെള്ളം കുടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ആ കുട്ടിയെ സ്കൂളിൽ നിന്നും പ്യൂൺ ക്രൂരമായി മർദ്ദിച്ചു. കുറെ ചീത്ത വിളിച്ചു. ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: ജാതി എന്ന പിശാച്. ചെറുപ്രായത്തിൽ തന്നെ ജാതിയുടെ തിക്തഫലങ്ങൾ തിരിച്ചറിഞ്ഞ ആ കുട്ടിയുടെ പേര് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ഇന്ന് സുപരിചിതമായിരിക്കും. അതെ, എനിക്ക് കഥ പറയാനും നിങ്ങൾക്ക് കഥ കേൾക്കാനും അവകാശമുണ്ടാക്കിയ മഹത്തായ ഭരണഘടനയുടെ ശില്പി, ബാബാ സാഹിബ് എന്ന ആദരവോടെ അറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ സുബൈദാറായിരുന്ന റാംജി മനോജി സഗപാലിന്റെയും ഭാര്യ ഭീമാഭായ് സഗ്പാലിന്റെയും 14 മക്കളിൽ അവസാനത്തെ കുട്ടി. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ ഒരു സൈനിക ക്യാമ്പിൽ ജനിച്ച ആ കുട്ടിക്ക് തന്നെ ചെറുപ്പത്തിൽ തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. ഭീംറാവു എങ്ങനെ അംബേദ്കർ ആയി എന്നതിൻ്റെ പിന്നിലും ഒരു ജാതിയുടെ കയ്പുനീര് അടങ്ങിയ ഒരു കഥയുണ്ട്. ഒരിക്കൽ തൻ്റെ അമ്മായി കൊടുത്തയച്ച ഭക്ഷണ പൊതിയുമായി സ്കൂളിലെത്തിയ കുഞ്ഞു ഭീം ഉച്ച സമയമായപ്പോൾ തൻ്റെ സഹപാഠികളും ഒത്ത് ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ അവരവനെ ആട്ടിയോടിച്ചു. പക്ഷേ കൃഷ്ണജി കേശവൻ എന്ന ഒരു മനുഷ്യസ്നേഹി അവിടെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹം കുഞ്ഞു ഭീമിനെ തൻ്റെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. അന്ന് അധ്യാപകർ ഭീംറാവു റാംജി അംബേദ്കർ എന്നതിനെ ചുരുക്കി അംബേദ്കർ എന്നാക്കി മൂർച്ച കൂട്ടി. പിന്നെ നടന്നത് ചരിത്രം. കാലം ആ പേരിന്റെ മുമ്പിൽ പലതവണ കൈകൂപ്പി. അധ്യാപകൻ ഇങ്ങനെയൊക്കെ പ്രിയം കാണിച്ചിരുന്നുവെങ്കിലും സ്കൂളിലെ ജാതി വിവേചനം വളരെ മോശമായിരുന്നു. ഭീമിനും ജ്യേഷ്ഠനും അവർ കൊണ്ടുവരേണ്ടിയിരുന്ന ഒരു ചാക്കിന്മേൽ നിലത്തിരുന്ന് പഠിക്കാനുള്ള അവകാശമേ ഉണ്ടായിരുന്നുള്ളൂ. അധ്യാപകർ അവരുടെ നോട്ട് പുസ്തകത്തിൽ ഒന്ന് സ്പർശിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയത്തിന് തുല്യം. ഇത്തരം അനീതികൾ ഇല്ലാതാക്കാൻ കൈക്കരുത്ത് കൊണ്ടല്ല, മറിച്ച് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് കുഞ്ഞു ഭീം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. മുംബൈയിൽ നിന്നും മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച അദ്ദേഹം ഉന്നത പഠനത്തിനായി കപ്പൽ കയറി അമേരിക്കയിലെത്തിയ അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പോടുകൂടി PhD പാസ്സായി. അപ്പോഴേക്കും US ജീവിതം തൻ്റെ മനസ്സിൽ സമരത്തിന്റെ തീജ്വാല ആളിക്കത്തിച്ചിരുന്നു. തിരിച്ചു നാട്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും സമത്വത്തിന്റെ ഒരേ വായു ശ്വസിക്കാനുള്ള വിപ്ലവത്തിന്റെ ആധാരശിലയിട്ടു. ജാതിയുടെ പേരിലുള്ള ഈ അനീതി ഞാൻ അവസാനിപ്പിക്കും. അതിനെനിക്ക് സാധിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കും എന്ന മുദ്രാവാക്യം മനസ്സിൽ ഉറപ്പിച്ച് സമര തീ ചൂളയിലേക്ക് അദ്ദേഹം കാലെടുത്തു വെച്ചു. അതിനൊരു ഉദാഹരണമാണ് 1931 ബോംബെയിൽ വെച്ച് നടന്ന ഗാന്ധി അംബേദ്കർ കൂടിക്കാഴ്ച. ഗാന്ധിയെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം തന്റെ ചോദ്യത്തിലുള്ള മറുപടിയായിട്ട് അംബേദ്കർ പറഞ്ഞത്, ഗാന്ധി, ഐ ഹാവ് നോ ഹോംലാൻഡ്. ഇത് കേട്ടപ്പോൾ ഗാന്ധി ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അംബേദ്കർ തുടർന്നു, താങ്കൾ പറയുന്നു ഞങ്ങൾക്കൊരു മാതൃരാജ്യമുണ്ടെന്ന്. പക്ഷേ പട്ടിയേക്കാളും പൂച്ചയേക്കാളും മോശമായി കാണുന്ന, കുടിക്കാൻ ഒരിറ്റ് വെള്ളം പോലും തരാത്ത രാജ്യം എങ്ങനെ എൻ്റെ മാതൃരാജ്യമാകും? ആധുനിക ജനാധിപത്യ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ, ദളിതർ, മത ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കം അംബേദ്കറുടെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നുമായിരുന്നു. ഇന്ത്യ എന്ന വിശാലമായ രാജ്യത്തെ ജനാധിപത്യവൽക്കരിക്കാൻ അംബേദ്കർ നിർവഹിച്ച മഹത്തായ സംഭാവനയാണ് ഇന്ത്യയുടെ ഭരണഘടന. യഥാർത്ഥത്തിൽ ഭരണഘടന നിർമ്മാണ സഭയുടെ ചെയർമാനായി അംബേദ്കർ എത്തുകയായിരുന്നില്ല, മറിച്ച് ഇന്ത്യ അംബേദ്കറെ കണ്ടെത്തുകയായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ വ്യക്തിത്വമാണ് അംബേദ്കർ എന്ന മഹത് വ്യക്തി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. നിങ്ങൾ വിദ്യാഭ്യാസം നേടുക, നിലപാടെടുക്കുക, നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുക എന്ന അംബേദ്കറുടെ മുദ്രാവാക്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം.